വെൽക്കം ടു ദാസ് ക്രിയേറ്റീവ് ബൈറ്റ്സ്. നല്ല കട്ടിച്ചാറിൽ കുറുകിയ ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനായി ഞാൻ കഴുകി വൃത്തിയാക്കിയ 2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി തിളപ്പിക്കുക. തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി അടച്ചു വെച്ച് 10 മിനിറ്റ് വേവിക്കാം. അപ്പോൾ ചിക്കൻ ഒരു പകുതി വേവാകുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെക്കാം. 16 അണ്ടിപ്പരിപ്പ് കുറച്ച് വെള്ളത്തിൽ കുതിരാനായി ഇട്ട് വെക്കാം. ഇത് ഓപ്ഷനിലാണ്. ചിക്കന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിനും ഗ്രേവി നല്ല കുറുകി വരുന്നതിനും വേണ്ടിയാണ് അണ്ടിപ്പരിപ്പ് അരച്ച് ചേർക്കുന്നത്. 2 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി, 2 കുടം വെളുത്തുള്ളി, 5-6 സവാള, ഒരു 4 പച്ചമുളക് എന്നിവ ഒരു ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ചെറുതായി അരിഞ്ഞെടുക്കുകയോ ചെയ്യാം. ഞാനിവിടെ ചോപ്പ് ചെയ്യാൻ നേരത്ത് പച്ചമുളക് ഇടാൻ മറന്നുപോയി, അതുകൊണ്ട് പിന്നീട് ഇതിനകത്ത് മുറിച്ച് ചേർക്കുകയാണ് ചെയ്തത്. ഇനി 2 തക്കാളി കഷ്ണങ്ങളാക്കി എടുത്തു വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ എടുത്തു വയ്ക്കുക. ഇനി നമ്മൾ ആദ്യം കുതിരാനായി എടുത്തു വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ് നന്നായി അരച്ചെടുക്കാം. 1/2 കപ്പ് വെള്ളത്തിലേക്ക് അരമുറി നാരങ്ങ പിഴിഞ്ഞ് എടുത്തു വയ്ക്കാം. ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി എടുത്തപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ പകുതി വേവായിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് ചിക്കൻ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നതെങ്കിൽ നമ്മൾ അത്രയും സമയം എടുക്കും. നമുക്ക് പെട്ടെന്നൊരു ചിക്കൻ കറി പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ പകുതി ചിക്കൻ വേവാവുകയും ചെയ്യും. ആ സമയം കൊണ്ട് നമുക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കാം. പിന്നെ ബാക്കി പകുതിയും കൂടി ഇനി വേവാനുള്ളൂ. ചിക്കൻ കറി വെക്കാൻ ഉപയോഗിക്കുന്ന പാത്രം നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്ത ചിക്കനിൽ ഒരുപാട് നെയ്യ് ഉള്ളത് കാരണം ഞാൻ 2 ടേബിൾ സ്പൂൺ എണ്ണ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് അല്പം കടുകിട്ട് പൊട്ടിക്കുക. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം എണ്ണയിലേക്കിട്ട് ആ പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റി മൂപ്പിച്ചെടുക്കുക. ഇതിനുശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ചേർത്ത് നന്നായി വഴറ്റുക. ഞാൻ ചോപ്പ് ചെയ്യാൻ നേരത്ത് പച്ചമുളക് ചേർത്ത് ചോപ്പ് ചെയ്യാൻ മറന്നുപോയതുകൊണ്ടാണ് ഇപ്പം ചേർത്തിരിക്കുന്നത്. ഇവയെല്ലാം കൂടി ചേർത്ത് ഇളക്കി ഇതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് ഇതിൽ തക്കാളി ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ നേരത്തെ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കനും മസാലയും എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഈ 10 മിനിറ്റിനിടയ്ക്ക് 1-2 തവണ കറി ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ കറി അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. ചിക്കൻ വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് മല്ലിയിലയോ കറിവേപ്പിലയോ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ നല്ല കുറുകിയ ചാറോട് കൂടിയ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.